അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 49 സങ്കീർത്തനം 7-8 വാക്യങ്ങൾ. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. മനുഷ്യന് തൻ്റെ ആത്മാവിനെ രക്ഷിക്കുവാനുള്ള ശക്തിയില്ല. സമ്പത്ത് കൊണ്ട് രക്ഷ ലഭിക്കുകയില്ല. ലോകത്തിൽ പല കാര്യങ്ങളും സമ്പത്തിനാൽ നേടാം. വീടും സ്ഥലവും വിദ്യാഭ്യാസവും ചികിത്സകളുമൊക്കെ സമ്പത്തുണ്ടെങ്കിൽ നടക്കും. എന്നാൽ ആത്മാവിൻ്റെ രക്ഷ സമ്പത്തിനാൽ വാങ്ങുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യൻ എത്ര ധനികനായിരുന്നാലും അവൻ തൻ്റെ ആത്മാവിനായി ദൈവത്തിന് പരിഹാരം കൊടുക്കുവാൻ കഴിയുകയില്ല. കാരണം ആത്മാവിൻ്റെ വില മനുഷ്യൻ്റെ കഴിവിനേക്കാൾ വളരെ ഉയർന്നതാണ്. മനുഷ്യൻ പല വലിയ കാര്യങ്ങളും ചെയ്യും, എന്നാൽ രക്ഷ നൽകുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. മനുഷ്യൻ തൻ്റെ ശക്തിയാൽ രക്ഷ നേടുന്നില്ല. ദൈവകൃപയാലാണ് രക്ഷ ലഭിക്കുന്നത്. മനുഷ്യന് കഴിയാത്തത് ദൈവം തന്നെയാണ് ചെയ്യുന്നത്. ദൈവം മനുഷ്യനെ സ്നേഹിച്ചതിനാൽ രക്ഷയുടെ വഴി അവൻ ഒരുക്കി. നമുക്ക് നൽകുവാൻ കഴിയാത്ത വില അവൻ നൽകി. അവൻ്റെ രക്തം മറുവിലയായി നൽകി ദൈവം നമ്മെ വീണ്ടെടുത്തു. പ്രിയരെ, നമ്മുടെ രക്ഷ നമ്മുടെ സമ്പത്തിലും കഴിവിലും അല്ല, ദൈവത്തിൻ്റെ കരുണയിലാണ്. അതിനാൽ സമ്പത്തിനേക്കാൾ ആത്മാവിൻ്റെ വില തിരിച്ചറിയുക. മറ്റെന്തിനേക്കാളും അധികമായി ദൈവത്തിൽ ആശ്രയിക്കുക. ആത്മീയ ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുക. ആത്മാവിൻ്റെ വില വളരെ വലിയതായതിനാൽ ദൈവത്തിൽ വിശ്വസിച്ച് യഥാർത്ഥ ആത്മീയ ജീവിതം നയിക്കുവാൻ ഈ നാളുകൾ നമ്മെ തന്നെ നമുക്കൊരുക്കാം. ആത്മാവ് നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മാവിൻ്റെ വില തിരിച്ചറിഞ്ഞ് എൻ്റെ ജീവിതത്തെ തിരുത്തുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.